നമസ്കാരം. ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ്ങുകൾ, പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോർമലി കുറേ പേർക്ക് പോർട്രേറ്റ് നല്ല രീതിയിലൊക്കെ വരയ്ക്കാൻ അറിയാം. പക്ഷേ ലാൻഡ്സ്കേപ്പിലോട്ട് വരുന്ന സമയത്ത് മരങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക, ചെടികളുടെ ഭാഗങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക, ലാൻഡ് എങ്ങനെയാണ് വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക, അതിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് മോസ്റ്റ് ഓഫ് ദ ടൈം വരയ്ക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. സോ ലാൻഡ്സ്കേപ്പ് എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാം, അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ബെറ്റർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. സ്റ്റെപ്പ് നമ്പർ 1, ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ ഇട്ടുകൊണ്ടാണ് എല്ലാ തവണയും പോലെ ഈ ഒരു ഡ്രോയിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനവിടെ യൂസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാനവിടെ HB, 2B, 4B, 6B, 8B, 10B, 12B എന്നിങ്ങനെ ഷെയ്ഡിങ് പെൻസിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് HB പെൻസിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ ലൈറ്റായിട്ട് മിനിമലായിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചെടികളും മരങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ബോർഡറുകൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. കൂടാതെ ബ്ലെൻഡിങ് സ്റ്റമ്പ്, മോണോസിർ, ഇറേസർ, സ്മഡ്ജിങ് ടൂൾസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൂളുകൾ ഞാൻ ഈ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്തിട്ടില്ല. ബിഗിനേഴ്സിനും കൂടി പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ഡ്രോയിങ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്താണ് വരയ്ക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി വേണം. ഇപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷനൊക്കെയാണ് ഒരു ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ലാൻഡ്സ്കേപ്പ് ഫുള്ളായിട്ട് കാണാൻ പറ്റണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് വ്യക്തത കുറവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡ്രോയിങ്ങിനെ ബാധിക്കും. അപ്പോൾ കുറേ ലാൻഡ്സ്കേപ്പുകൾ, ചിത്രങ്ങൾ റെഫറൻസ് ആക്കി എടുത്ത് അതൊക്കെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി വേണമെങ്കിൽ ചെറിയ A4 പേപ്പറുകൾ കൊണ്ടുപോയിട്ട് അതിൽ മെയിൻ പേപ്പറിൽ വരയ്ക്കുന്നതിനൊക്കെ മുമ്പ് അതിൽ ജസ്റ്റ് തംബ്നെയിൽ സ്കെച്ചുകൾ ക്രിയേറ്റ് ചെയ്യാം. റഫായിട്ട് ലാൻഡ്സ്കേപ്പിൽ ഓരോ എലമെൻ്റ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്ന് സ്കെച്ച് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഒരു ഹൗസ് വരുന്നുണ്ട്, ഒരു വലിയ ട്രീ വരുന്നുണ്ട്, റിവർ വരുന്നുണ്ട്, പിന്നെ ലാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളും ചെടികളും എല്ലാം വരുന്നുണ്ട്. സ്റ്റെപ്പ് നമ്പർ 2, ഫിനിഷ് ദ മെയിൻ ഒബ്ജക്റ്റ് ഫസ്റ്റ്. നമ്മുടെ ഡ്രോയിങ്ങിൽ മെയിൻ ഒബ്ജക്റ്റ് എന്താണോ, കാണികളുടെ, കാഴ്ചക്കാരുടെ ശ്രദ്ധ ഏത് ഒബ്ജക്റ്റിലേക്കാണോ കൂടുതൽ പോകേണ്ടത് ആ ഒബ്ജക്റ്റാണ് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ ഒരു ടിപ്പ് കോമ്പറ്റീഷന് പോകുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിലോട്ട് എടുക്കുന്ന സമയത്ത് ഒന്നിനും സമയം തികയാതെ വരും. ഇവിടെ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു വീടും പിന്നെ ട്രീയുമാണ്. അപ്പോൾ ഞാൻ വീടാണ് ആദ്യം ഫിനിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. നോർമലി ചെയ്യാറുള്ള മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡാർക്ക് ഷെയ്ഡിൽ നിന്നാണ് നമ്മളിത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹൗസിൻ്റെ അകത്തുള്ള ഡാർക്ക് ഷാഡോസാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ ലൈറ്റ് ആൻഡ് ഷാഡോ നമ്മൾ ഷെയ്ഡിങ് മെത്തേഡ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വീടാവുന്ന സമയത്ത്, മരത്തിൻ്റെ വീടാവുന്ന സമയത്ത് അതിൽ കുറേ പാറ്റേൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പാറ്റേൺസ് എല്ലാം നമ്മൾ ചെയ്തിട്ട് അത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു വീട് കംപ്ലീറ്റ് ആവുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വീടിനും ആ ഒരു വലിയ മരത്തിനുമാണ്. എന്താണ് കോൺട്രാസ്റ്റ് എന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി നമുക്ക് പ്ലാന്റ്സ് വരയ്ക്കാം. പ്ലാന്റ്, ചെടികൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. എല്ലാ ചെടികളും ഡിഫറെൻ്റ് ആണല്ലേ. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സ്പേസ് നോക്കിയേ, ഇവിടുത്തെ താഴെ നിൽക്കുന്ന ഡിഫറെൻറ്റ് ചെടികളുണ്ട് അല്ലേ, അപ്പുറത്ത് നെല്ലിൻ്റെ ചെടിയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ചെടികളുടെ ഷേപ്പും പാറ്റേണും ഷെയ്ഡും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് ആലോചിക്കുക, നമ്മൾ വരയ്ക്കുന്ന ലാൻഡ്സ്കേപ്പിൽ എല്ലാ ചെടിയും ഒരുപോലെ ഷെയ്ഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? ഒരു മൊണോട്ടോണസ് എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടും അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണ്ട, നമുക്ക് ഒരു വെറൈറ്റി വേണം. ശരിക്കും 10 പ്രിൻസിപ്പിൾസ് ഓഫ് ആർട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ ഒരു നല്ലൊരു ചിത്രം രൂപീകരിക്കാനായിട്ട് വേണ്ടതായിട്ടുള്ള 10 പ്രിൻസിപ്പിൾസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് വെറൈറ്റി എന്ന് പറയുന്ന കാര്യം. നമ്മുടെ ചിത്രത്തിൽ ടെക്സ്ചറാണെങ്കിലും കളറാണെങ്കിലും പാറ്റേൺസ് ആണെങ്കിലും അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ കാണുന്ന കാഴ്ചക്കാരന് ഒരു വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സെയിം പ്ലാന്റും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ ഒരു പെൻസിൽ ഡ്രോയിങ്ങിൽ നമുക്ക് കളർ കൊണ്ടുവരാനായിട്ട് പറ്റില്ല, പക്ഷേ വെറൈറ്റി എങ്ങനെ കൊണ്ടുവരാം? നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡിങ് മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ. അത് നമ്മുടെ ഹൗസിൻ്റെ ബാക്കിലുള്ള ആ ഒരു ട്രീയുടെ ഭാഗങ്ങൾ ഞാൻ സ്കംബ്ലിങ് എന്ന് പറയുന്നൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യില്ലേ ചെറുതായി, അത് മൾട്ടിപ്പിൾ ലേയേഴ്സായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിൻ്റെ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹൗസിൻ്റെ തൊട്ട് താഴെയുള്ള പ്ലാന്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ സ്കംബ്ലിങ് ചെയ്തതിന് ശേഷം ചെറിയ ലൈൻസ് ഇട്ട് അതിൻ്റെ ഒരു ചെറിയ പാറ്റേൺ കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിൻ്റെ ബാക്കിലുള്ള പ്ലാന്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ് ആണ്,
ഫ്രണ്ടിൽ നിൽക്കുന്നത് വേറെ പ്ലാന്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ, റിവറിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ലാൻഡിലുള്ള പ്ലാന്റുകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഞാൻ ഹാച്ചിങ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ നീണ്ടു നിൽക്കുന്ന ചെടികളാണ് ഞാൻ അവിടെ വരച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡിങ് മെത്തേഡുകൾ, ഡിഫറെൻറ്റ് പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ചെടികൾ നമ്മൾ വരച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിന് വെറൈറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു പ്രിൻസിപ്പിൾ ഓഫ് ആർട്ട് ലഭിക്കും. അതുമൂലം കാണുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി നാച്ചുറൽ ഫീല് അതിലൂടെ ആ ഡ്രോയിങ്ങിൽ ലഭിക്കുന്നതായിട്ട് തോന്നും. ഒരു ചെറിയ ടിപ്പും കൂടി തരാം. ഇവിടെ നമ്മുടെ ഡ്രോയിങ്ങിൽ 2 പെർസ്പെക്റ്റീവ് മെത്തേഡുകൾ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓവർലാപ്പിംഗ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ആ വീടിൻ്റെ ബാക്കിലായിട്ട് ആണ് നമ്മളെ പ്ലാന്റ് വരച്ചിരിക്കുന്നത്. അതായത് ആ പ്ലാന്റിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് ആ വീട് വരയ്ക്കുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ചക്കാരൻ്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യാൻ പറ്റും. വീട് കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് വരുന്നത് എന്നുള്ള ഒരു കാഴ്ച കാണുന്ന ആൾക്ക് മനസ്സിലാവാനും അതൊരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾ ആണത്. രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്കി, ഇവിടെ 2 സൈഡിലായിട്ട് മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്, നടുക്കുമുണ്ട്. പക്ഷേ ഇതിനേക്കാളും ലൈറ്റാണ് നടുക്കുള്ള ഭാഗം. അതിന് അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. അത് ദൂരേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയർ കാരണം അതിൻ്റെ കളറും അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോയും ലൈറ്റായിട്ട് വരും. ഇത് നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദൂരെയുള്ള ചെടികൾ ഇതേപോലെ ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ്. ദൂരേക്ക് ഒബ്ജക്റ്റുകൾ പോകുന്തോറും വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക, അധികം കോൺട്രാസ്റ്റ് ഇല്ലാതെ, അതിന് അധികം ഡീറ്റെയിലിംഗ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ റിവർ ആൻഡ് ട്രീ ആണ് കംപ്ലീറ്റ് ആകാനായിട്ട് പോകുന്നത്. ഇവിടെ റിവർ എന്ന് പറയുന്ന സമയത്ത് വളരെ മിനിമലായിട്ട്, ഒരുപാട് ഓവർഡൂ ചെയ്യാതെയാണ് റിവർ നമ്മൾ ചെയ്യുന്നത്. റിവറാന്ന് തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ ലോങ് ആയിട്ടുള്ള പാരലായിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിവർ അത് മാർക്ക് ചെയ്യുന്നത്. റിവർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, റിവറിൻ്റെ കരയിലുള്ള ഭാഗങ്ങൾ, ആ പുഴയുടെ കരയിലുള്ള ഭാഗങ്ങൾ എന്താണോ അതിൻ്റെ ഷാഡോ വളരെ ഇങ്ങനെ അലകൾ പോലെ, ലൈൻസ് പോലെ റിവറിൽ വീഴും. അത് മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പെൻസിൽ കുറച്ചും കൂടി ഇറക്കി പിടിച്ചിട്ട് പെൻസിലിൻ്റെ ടിപ്പ് ചെരിച്ച് പേപ്പറിൽ മുട്ടുന്ന പോലെയാണ് അത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബ്ലർഡ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പെട്ടെന്ന് നോക്കുന്ന സമയത്ത് റിവറാണെന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകാനും അതിലൂടെ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ട്രീ ചെയ്യാം. ട്രീ എന്ന് പറയുന്നത് ഹൗസ് കഴിഞ്ഞാൽ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിലെ. അതുകൊണ്ട് തന്നെ ട്രീക്കും കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താണ് കോൺട്രാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തടുത്തുള്ള രണ്ട് കാര്യങ്ങളിലെ എത്രത്തോളം വേരിയേഷൻ ഉണ്ടോ അതിനാണ് കോൺട്രാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാനൊരു ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലേ, എൻ്റെ അടുത്ത് ഒരാളും കൂടി ഉണ്ടെന്ന് വിചാരിക്കും. തൽക്കാലം ആരുമില്ല. എൻ്റെ അടുത്ത് ഒരാൾ വൈറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ തമ്മിൽ കോൺട്രാസ്റ്റ് ഉണ്ടെന്ന് പറയും. പെട്ടെന്നൊരു ചിത്രത്തിൽ കോൺട്രാസ്റ്റ് ഉള്ള ഭാഗങ്ങളായിരിക്കും കാഴ്ചക്കാർ കൂടുതൽ നോക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ചിത്രത്തിലൊരു മെയിൻ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ കോൺട്രാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട്, മെയിൻ ഒബ്ജക്റ്റിലോട്ട് കാഴ്ചക്കാരുടെ ശ്രദ്ധ കൂടുതൽ വരാനും അതിലൊരു സ്റ്റോറി നമുക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. സെയിം പോലെ തന്നെയാണ് നമ്മൾ ഹൗസ് ചെയ്തിട്ടുള്ളത്. ഹൗസിലെ ഡാർക്ക് ഷാഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രാസ്റ്റ് ഉള്ളത് നിലവിൽ ആ ഹൗസിനാണ്. ഞാൻ ട്രീക്കും കൂടി കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ആ ഒരു ട്രീയും ഈ ഒരു സ്റ്റോറിയിലൊരു ഭാഗമാണ്, വലിയൊരു ട്രീ ആണ് അല്ലേ. ട്രീയുടെ ഷാഡോസിന് മാക്സിമം ഡെപ്ത്ത്, മാക്സിമം ബ്ലാക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. 12B പെൻസിൽ വരെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ട്രീ ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ ബ്രാഞ്ചുകളാണ് വരയ്ക്കുന്നത്. ബ്രാഞ്ച് വരയ്ക്കുന്ന സമയത്ത് നോക്കി ഇവിടെ ഒരു ട്രീ ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ, ആ ട്രീ വളർന്നു പോകുന്ന ഡയറക്ഷനും അതിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും താഴെ കട്ടി കൂടുതലുള്ള ഭാഗമാണ് അല്ലേ, തിക്നെസ് കൂടുതലായിരിക്കും. മുകളിലോട്ട് വളർന്ന് ഓരോ ബ്രാഞ്ചായി സ്പ്ലിറ്റായി പോകുന്തോറും അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് ഇങ്ങനെ വരും. സെയിം മെത്തേഡ് തന്നെ ഇവിടെ വരച്ചിരിക്കുന്നത്. ബ്രാഞ്ചുകളൊക്കെ വരച്ചതിന് ശേഷം നമ്മുടെ ലീഫ് വരയ്ക്കുന്നുണ്ട്. പ്ലാന്റ് നമ്മൾ ഷെയ്ഡ് ചെയ്ത സ്കംബ്ലിംഗ് മെത്തേഡില്ലേ, അതേ മെത്തേഡിലാണ് ലീഫ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ അതിന് ടോട്ടൽ ലൈറ്റ് ആൻഡ് ഷേഡ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആണ് ട്രീ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് എക്സ്ട്രാ ടെക്സ്ചർ ട്രീയുടെ ആ ഒരു തടി ഭാഗത്തിന് വേണമെങ്കിൽ നമുക്കതെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലാണ് നമ്മുടെ ട്രീ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റെപ്പ് 5 എക്സ്ട്രാ ഷാഡോസ്. നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ ഷാഡോസ് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ ഷാഡോ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ഷാഡോസിനെ കുറിച്ച് ആലോചിക്കണം. കാസ്റ്റ് ഷാഡോ വളരെ സിമ്പിളായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ നിലത്ത് നിൽക്കുന്നുണ്ടല്ലേ,
ഇപ്പോൾ എൻ്റെ ഇവിടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്, ഇവിടെ നിന്നാണ് വെളിച്ചം വീഴുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എൻ്റെ നിഴൽ വീഴും. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ആ സ്ഥലത്ത് നമ്മൾ വെളിച്ചം വീഴുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നിഴൽ വീഴും. ഇതിനെയാണ് കാസ്റ്റ് ഷാഡോ എന്ന് പറയുന്നത്. ഇത് നോർമലി ടേബിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ വെളിച്ചടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിലത്ത് വീഴുന്ന അല്ലെങ്കിൽ ആ ഫ്ലോറിൽ വീഴുന്ന അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ മുകളിലോ മറ്റോ വീഴുന്ന ആ ഒരു ഷാഡോയ്ക്ക് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനോട് സാദൃശ്യം ഉണ്ടായിരിക്കും. അത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ലൈറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളും ആ ഷാഡോയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ഫിനിഷിങ്ങിൽ ഈ കാസ്റ്റ് ഷാഡോസ് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ട്രീസൊക്കെ ഉണ്ടെങ്കിൽ, അതിൽ മനുഷ്യന്മാരുണ്ടെങ്കിൽ, ചെടികളുണ്ടെങ്കിൽ, അതിനെല്ലാത്തിനും അതിൻ്റെ ഷാഡോസ് ലാൻഡിൽ നിലത്ത് വീഴും. പലപ്പോഴും കോമ്പറ്റീഷൻ പോകുന്ന കുട്ടികൾ ഈ ഷാഡോസ് വരയ്ക്കാനായിട്ട് മറക്കാറുണ്ട്. അങ്ങനെ മറക്കുന്ന സമയത്ത് അതിൻ്റെ പോയിൻറ്റും നിങ്ങളുടെ ജഡ്ജസ് അതിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് ഷാഡോ മറക്കരുത്. ഇവിടെ ഞാൻ നമ്മുടെ ട്രീയുടെ ഷാഡോ ലാൻഡിൽ വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഷാഡോൻ്റെ ഷേപ്പ് വരുന്നുണ്ടായിരിക്കുക. കൂടാതെ വീടിൻ്റെ ബാക്കിലുള്ള പ്ലാന്റിന് വീടിൻ്റെ ഒരു ഷാഡോ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഷാഡോ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ലാൻഡ് വരയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാഡോസിൽ ഫോക്കസ് ചെയ്യുക. ലാൻഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ കല്ലോ ട്രീയോ പ്ലാന്റോ ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഷാഡോസ് കറക്റ്റായിട്ട് ലാൻഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണുന്ന ആൾക്ക് അതൊരു ലാൻഡാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇത്തരത്തിൽ ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫൈനലി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കോമ്പറ്റീഷന് പോകുന്ന സമയത്ത്, നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് മെയിൻ ഒബ്ജക്റ്റുകൾ ആദ്യം കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ കോമ്പറ്റീഷന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ, ആർട്ട് ഡ്രോയിങ് കോമ്പറ്റീഷന് ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചിത്രം നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യും. അതിനുശേഷം പേപ്പറിലോട്ട് ഔട്ട്ലൈൻ ഇടും. അതിനുശേഷം മെയിൻ ഒബ്ജക്റ്റുകളായിരിക്കും ആദ്യം കംപ്ലീറ്റ് ആകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ കോൺട്രാസ്റ്റ് കൊടുക്കാനും അതിന് നല്ല രീതിയിൽ ഷെയ്ഡ് കൊടുക്കാനും അതിൽ കുറേ കൂടി ടെക്സ്ചർ കൊടുത്ത് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മിക്കവാറും ബ്ലർഡൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചിത്രം കംപ്ലീറ്റ് ആക്കി കോമ്പറ്റീഷന് വിൻ ചെയ്യാനും സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ റെഫറൻസ് പിക്ചർ ഡൗൺലോഡ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് വീഡിയോ ഒരു വട്ടം കൂടി റിപ്പീറ്റഡ്ലി കണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിച്ചോളൂ. ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് റെഡി ഉള്ളവർ ഐ വിൽ പ്രാക്ടീസ് എന്നൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്സും ഈ വീഡിയോയിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.